CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിലെ തിരിമറികൾ ജനാധിപത്യത്തിനേറ്റ തിരിച്ചടിയെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. ജനാധിപത്യ വിശ്വാസികൾ വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും അതല്ലെങ്കിൽ ജനാധിപത്യവും മതേതരത്വവും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും സുധീരൻ. പെരുവല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചുവീണ് യാത്രികയായ സ്ത്രീക്ക് ദാരുണാന്ത്യം. പൂവത്തൂർ മാർക്കറ്റിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് ശ്രീധരൻ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. സീറ്റിൽ ഇരിക്കാനുള്ള ശ്രമത്തിനിടെ പിടിവിട്ട് റോഡിലേക്ക് വീണായിരുന്നു അപകടം. കാഞ്ഞിരക്കോട് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീട്ടുമതിലിലേക്ക് ഇടിച്ചുകയറി. വീട്ടുമതിൽ പൂർണ്ണമായി തകർന്നു. ടോറസ് ലോറിയുടെ മുൻവശവും സമീപത്ത് സ്ഥാപിച്ചിരുന്ന ഓഡിറ്റോറിയത്തിന്റെ ബോർഡുകളും CCTV ക്യാമറയും തകർന്നു. റോഡിൽ ബൈക്ക് നിർത്തിയതിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതായി പരാതി. കോൺഗ്രസ് പുന്നേർകുളം മണ്ഡലം സെക്രട്ടറി അൻവർ അസൈനരകത്തിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. CCTVയുടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ സിടെക് അക്കാദമിയിൽ ഹ്രസ്വകാല കോഴ്സിന് തുടക്കമായി. വിദേശത്തും സ്വദേശത്തും നിരവധി തൊഴിൽ സാധ്യതകളുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ എന്നിവയിൽ 3 മാസം പരിശീലനം നൽകുന്നതാണ് കോഴ്സ്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷീരസംഗമം വേലൂരിൽ നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റ് ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് മേരി മാഗ്ദലിൻ കോൺവെന്റ് സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഈ തിരുമുറ്റത്ത് ഇത്തിരി നേരം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും നടത്തി. വൈലത്തൂർ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ കത്തോലിക്ക ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറാന പള്ളിയിലെ വിശുദ്ധ ക്ലാര കുടുംബ കൂട്ടായ്മയുടെ വാർഷികാഘോഷം നടത്തി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ചങ്ങാതിക്കുരുതൈ, പാഴ്പുതുക്കം എന്നീ പദ്ധതികൾക്ക് തുടക്കമായി. കടവല്ലൂർ കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ അക്കിക്കാവ് ദീനബന്ധു മിഷനുമായി സഹകരിച്ച് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയുടെ നെപ്പൻസ് റോഡിലുള്ള സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ ഷൂനോയോ പെരുന്നാളിനെ കൊടിയേറി. കണ്ടണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPMന്റെ സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. ദിൽ കി ആവാസ് എടക്കഴിയൂരിന്റെ മുഖ്യ രക്ഷാധികാരിയും കലാസാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന ഡോക്ടർ SA അബൂബക്കർ ഹാജിയുടെ വിയോഗത്തിൽ അനുസ്മരണ യോഗം നടത്തി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയായ നിറപുഞ്ചിരി ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ആയുരാരോഗ്യം എന്ന പേരിൽ ആയുർവേദം നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ജില്ലാ കമ്മിറ്റി അംഗം PJ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്രഹ്മകുളം പാലക്കൽമുത്തി ക്ഷേത്രത്തിൽ സമൂഹ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.